ഓരോ നാടിനും അതിൻ്റേതായ ഭക്ഷണ പാരമ്പര്യമുണ്ട്. പക്ഷേ നമ്മുടെ നാടിൻ്റെ ഭക്ഷണ പാരമ്പര്യത്തിലേക്ക് മറ്റു ദേശങ്ങളിലെ ഭക്ഷണ വിഭവങ്ങൾ വരുമ്പോൾ അതിൽ വളരെയധികം പുതുമയും വൈവിധ്യവും ഉണ്ടാവാറുണ്ട്. അത്തരത്തിൽ പാലക്കാട്ടെ എത്തനൂരുള്ള അതിപുരാതന തറവാടായ പ്ലാക്കോട്ട് തറവാടിലെ വിനിത രാജീവ് ഇത്തരം ചില പരീക്ഷണങ്ങൾ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. അതിൽ ആദ്യത്തെ ഡിഷ് ഒരു ഇൻഡോ കെനിയൻ കോമ്പിനേഷനാണ്, ഒരു ഫ്യൂഷൻ ഡിഷാണ് അല്ലേ? ലോട്ടസ് നെഡേങ്കു നമ്മുടെ മുമ്പിൽ വിനിത അവതരിപ്പിക്കുകയാണ്. നമസ്കാരം വിനിത, തനിനാടനിലേക്ക് സ്വാഗതം. താങ്ക് യു. നമുക്ക് നമ്മുടെ ഈ ലോട്ടസ് നെഡേങ്കു എന്താണെന്ന് ചോദിക്കാം, ഒന്ന് പറഞ്ഞു തരും. നെഡേങ്കു അത് ഡെങ്കു എന്നാണ് പറയുന്നത്. ഡെങ്കു 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 എൻ സൈലന്റ് ആണ്. അപ്പോൾ ഇതില് ഞാൻ ലോട്ടസ് ആഡ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. ലോട്ടസ് നമ്മുടെ താമരയുടെ തണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് താമരയുടെ തണ്ടാണ്. ഇതാണോ ഈ വെണ്ടയ്ക്ക പോലത്തെ സാധനം? അതെ. അപ്പോൾ ഒരു വെജിറ്റേറിയൻ ഡിഷാണ്, പക്ഷെ അതിനെ കൺവേർട്ടഡ് ആയിട്ട് നമുക്കൊരു നോൺ വെജിറ്റേറിയനിലേക്ക് ആക്കാം. ആൻഡ് ഇൻഡോ കെനിയൻ ആയതുകൊണ്ട് ഇന്ത്യൻ ടേസ്റ്റ് ബഡ് സൂട്ട് ചെയ്യുന്ന ഒരു കൺവേർഷൻ ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതെല്ലാം. അതെ, ഇതൊക്കെ എന്താണെന്ന് പറഞ്ഞു തന്നാൽ പലതും എനിക്ക് പരിചയമില്ലാത്ത സാധനമാണ്. യെസ്, നമുക്ക് അവിടുന്ന് തുടങ്ങാം. ആയിക്കോട്ടെ. ഇതെന്ത് സാധനം? ഇത് ചിക്കൻ സ്റ്റോക്ക് ആണ്. ഇത് ചിക്കൻ ഞാൻ വേവിച്ചതിന്റെ സെയിം വാട്ടർ തന്നെയാണ്. അതിൽ ബ്ലാക്ക് പെപ്പർ, സോയാ സോസ് ആൻഡ് സോൾട്ട്, ഇത്രയേ ഉള്ളൂ. ഇത് നമ്മുടെ നോർമൽ ചെറുപയർ 1 കപ്പ്. ഇത് ഒരു കപ്പ് ചിക്കൻ കുക്ക് ചെയ്ത് ഷ്രെഡ് ചെയ്ത് വെച്ചതാണ്. ചിക്കി വെച്ചതാണ്. ഇതാണ് താമര. താമരയുടെ ഓ യെസ്, ഇതാണ് താമരയുടെ തണ്ട്. ഇതാണ് നമ്മുടെ താമരയുടെ തണ്ട്. ഈ താമരയുടെ തണ്ടാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇതിന് ലോട്ടസ് നെഡേങ്കു എന്ന് പേര്. അതെ, ഇത് നമുക്ക് മാർക്കറ്റ്സിൽ കിട്ടുന്നത് വളരെ ഹാർഡായിട്ട് നമുക്ക് വറ്റൽ പോലെ വറക്കാൻ പാകത്തിനാണ് സ്പൈസ് ഇട്ടിട്ടാണ് കിട്ടുന്നത്. പക്ഷേ ഇതിൽ നമുക്ക് അങ്ങനെ യൂസ് ചെയ്യേണ്ട കാര്യമില്ല. സോ ഒരു 2 hours ഹോട്ട് വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവും. തൊട്ട് നോക്കൂ, സോഫ്റ്റ് ആവും. ഇത് 2 മണിക്കൂർ ചൂടുവെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാൽ ഇത് സോഫ്റ്റ് ആവും. ഇതിലും കട്ടിയായിരിക്കില്ലേ? ഭയങ്കര കട്ടിയായിരിക്കും. സോ അതിപ്പോൾ യൂസ് ചെയ്യുമ്പോൾ നമുക്കതൊരു ടേസ്റ്റ് കിട്ടില്ല. സോ ഞാനിത് 2 hours സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതാണ് 1 കപ്പ്. ഓക്കെ, അങ്ങനെ ലോട്ടസ് ആയി. ഇത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. ഇതൊരു കെനിയൻ സ്പൈസ്, അവർ യൂസ് ചെയ്യുന്ന ഒരു സ്പൈസ് ആണ് ഇത്. പക്ഷേ കെനിയൻ സ്പൈസ് അല്ല കേട്ടോ, ഇത് നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്ത് ഞാൻ സ്പൈസ് കൊണ്ടുവന്നു. ഇതിന്റെ പേരെന്താ? ഇത് നമ്മുടെ ചിക്കൻ ക്യൂബാണ്. അവിടെ യൂസ് ചെയ്യുന്നത് ഒരു സ്പൈസ് ഉണ്ട്. അതിന്റെ ബ്രാൻഡ് ഒരു ബ്രാൻഡേ ഉള്ളൂ. അതിന്റെ പേര് റോയ്ക്കോ. റോയ്ക്കോ. ഞാനിന്ന് കെനിയൻ ഭാഷ പഠിച്ചേ ഇവിടുന്ന് പോകുള്ളൂ. റോയ്ക്കോ. അപ്പൊ ഇത് റോയ്ക്കോ അല്ല. ഇത് റോയ്ക്കോ. പക്ഷേ റോയ്ക്കോടെ പോലെ നമ്മുടെ സാധനങ്ങൾ ഉപയോഗിച്ചുണ്ടാക്കിയത്. അത് എഫക്റ്റ് കിട്ടണമെങ്കിൽ, സെയിം റോയ്ക്കോയുടെ എഫക്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയാ നോർമൽ ചിക്കൻ ക്യൂബ് യൂസ് ചെയ്താൽ ഇറ്റ് വിൽ ബി നൈസ്. അതാണ് ഇത്. അപ്പൊ ഇത് റോയ്ക്കോക്ക് പകരമുള്ള സാധനമാണ് നമ്മുടെ ഇന്ത്യൻ സാധനം. അതെ, ഇത് ഒരു തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഇത് ഒരു ഉള്ളി ചോപ്പ് ചെയ്ത് വെച്ചത്, പച്ചമുളക്, പിന്നെ മസാലകൾ വേണം. മഞ്ഞള്, മല്ലിപ്പൊടി, മുളക് പൊടി, ഉപ്പ്. ഇത്രേ ഉള്ളൂ. ഇതാണ് തവി. കെനിയൻ തവിയാണ്. കണ്ടോ, കെനിയൻ തവി. ഈ ലോട്ടസ് നെഡേങ്കു എന്താണ്? നെഡേങ്കു എന്ന് പറയുന്നത് ഒരു ചെറുപയർ കൊണ്ട് അവരുണ്ടാക്കുന്ന ഒരു തരം കറിയാണ്. കൈൻഡ് ഓഫ് എ സ്റ്റൂ. ഓക്കെ, അവരെല്ലാ കറിക്കും സ്റ്റൂ എന്ന് മാത്രമേ പറയുള്ളൂ. ഒരു വാക്കേ ഉള്ളൂ അവർക്ക്. അവർ ഉപയോഗിക്കുന്ന കെനിയൻ ഭാഷയാണോ ഇംഗ്ലീഷാണോ? അവർ ഇംഗ്ലീഷാണ് ഡോമിനേഷൻ. അവർക്കൊരു ലോക്കൽ ലാംഗ്വേജ് ഉണ്ടെങ്കിലും, സ്വഹേലി ഉണ്ടെങ്കിലും, അവർ യൂസ് ചെയ്യുന്നത് ഒരു കെനിയൻ ലാംഗ്വേജ്. എവ്രി വൺ യൂസസ് ഇംഗ്ലീഷ്. അപ്പോൾ അത് നെഡേങ്കു എന്ന് പറയുന്നത് ചെറുപയറും കുറച്ച് സ്പൈസസും കൂടി ചേർത്ത് ഉണ്ടാക്കുന്ന ഒരു സ്റ്റൂ. അത്രേ ഉള്ളൂ. പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ലോട്ടസ് നെഡേങ്കുവിന്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം. ആദ്യം എന്താ ചെയ്യേണ്ടത്? ഞാൻ സഹായിക്കാം. എന്നാ വേണ്ടെന്ന് പറഞ്ഞാൽ അത് എന്നെ വെറുതെ നിർത്തരുത്. ഓക്കെ, ഗ്യാസ് കത്തിച്ചോ. അയ്യോ, ആക്രിപ്പണിയാണ് എനിക്ക് തരണേ. നമ്മൾ ലോട്ടസ് നെഡേങ്കുവിന്റെ പ്രിപ്പറേഷനാണ്. അതിൽ ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ച് ഏതാണ്ടൊക്കെ വഴറ്റാൻ പോകണം. അതെ, ആദ്യം സവോള, സവാളയും പച്ചമുളകും ഇട്ടു. എന്നിട്ട് ഇനി നമ്മൾ ഇറക്കാൻ പോകും. ഇത്രയും ആയില്ലേ? ഇനി ഇതിലേക്ക് തക്കാളി ഇടാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്. കുറച്ച് അവരിത് യൂസ് ചെയ്യില്ല, ഓൺലി ഗാർലിക്. അവർ ഗാർലിക് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഞാൻ ഇഞ്ചിയും കൂടി എടുത്തു എന്ന് മാത്രമേ. ഇന്ത്യൻ
നമ്മുടെ റോയ്ക്കോനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ ഞാനൊരു ക്യൂബ് എടുത്തു എന്ന് പറഞ്ഞില്ലേ, ചിക്കൻ ക്യൂബ്, അതിടാൻ പോകും. അപ്പോൾ ഇതിനൊരു പ്രത്യേകത, ഇതിടുമ്പോൾ ഇതിൽ ഓൾറെഡി സോൾട്ട് ഉണ്ട്, ഷുഗർ ഉണ്ട്. സോ നമ്മൾ ഇനി ഇടാൻ പോകുന്ന സോൾട്ട് സൂക്ഷിച്ചു വേണം. ഓക്കെ, അപ്പോൾ ഇനി ആവശ്യത്തിന് സോൾട്ട് വിനിയൻ ഇട്ടാൽ ഞാൻ ഇല്ല ഇല്ല, കെനിയൻ മസാലയ്ക്ക് പകരമുള്ള സാധനമാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ ഇനി നമ്മുടെ താമര, ലോട്ടസ് ദ ഗ്രേറ്റ്. താമരയുടെ വിത്തും ഉപയോഗിക്കാം, ഈ താമരയുടെ തണ്ടും ഉപയോഗിക്കാം. ഇനി ഇതിലേക്ക് ആ ചെറുപയർ ഇട്ടുള്ളൂ. ചെറുപയർ ഇതിൽ എണ്ണയിടണോ? എണ്ണയിടണ്ട, ചെറുപയർ ഇതിൽ വറക്കാൻ പോവാ. ഓക്കെ, നമ്മൾ ഏതൊരു ദാൽ യൂസ് ചെയ്യുകയാണെങ്കിലും, ഇപ്പോൾ സാമ്പാർ ആയിക്കോട്ടെ, ഒരു കൂട്ടുകറി ആയിക്കോട്ടെ, ഏതൊരു ദാലാണെങ്കിലും ആ സ്പൈസിലേക്ക് നമ്മൾ ആ ദാലിനെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ആ സ്പൈസിൽ കൂടെ ഇളക്കിയിട്ട് പിന്നെ കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ദാലിലേക്ക് ആ സ്പൈസ് ഇറങ്ങും. ഒരു സ്പൂൺ മല്ലിപ്പൊടി, ഒരു ഹാഫ് സ്പൂൺ ചില്ലി പൗഡർ. നെഡേങ്കു എന്ന് പറഞ്ഞതിൽ ചില്ലി എന്ന് പറയുന്ന സംഭവമില്ല. കെനിയൻ ഡിഷിന് ചില്ലി ഇല്ല, അവർക്ക് ഗ്രീൻ ചില്ലി ഇല്ല, അവർക്ക് ചില്ലി പൗഡർ ഇല്ല. അതന്നെ വേണ്ടി വരും മിക്കവാറും. അവർക്ക് സ്പൈസ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അവരുടെ ടേസ്റ്റ് ബഡിന് അത് അക്സെപ്റ്റബിൾ ഇല്ല. എന്ന് വെച്ചാൽ അവർ ഭയങ്കര സ്പൈസ് കഴിച്ചാൽ അവർക്ക് ഭയങ്കര ഒരു, അതിനെ അവർ പിലിപ്പിലി എന്നാ പറയണം. പിലിപ്പിലി ചില്ലി, എന്തൊരു സ്പൈസ് ആയിട്ടുള്ള സാധനം കഴിച്ചാലും അവർ പിലിപ്പിലി എന്ന് പറയും. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടോ, കെനിയൻസ് വന്നാൽ ഒരു കാന്താരിമുളക് കാണിച്ചാൽ വിട്ടുപോകും. അപ്പോൾ ഹാഫ് സ്പൂൺ മതി, അത് മതി. ഉപ്പ് നമ്മൾ ഓൾറെഡി ഓർക്കണം, ആ ചിക്കൻ ക്യൂബിൽ ഓൾറെഡി ഉപ്പ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, കുറച്ചിട്ടാൽ മതി. ഇനി ആ ചിക്കൻ സ്റ്റോക്ക്, ഈ ഏത് ഡിഷ് ഉണ്ടാക്കുമ്പോഴും സ്റ്റോക്കിൽ വേവിച്ചാൽ അതിനൊരു മണം കിട്ടും. ഇതിനിപ്പോൾ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യാൻ പോവാം. കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറുപയറും ഇതൊക്കെ കൂടി കിടന്നൊന്ന് കുക്കറിൽ വേവണം. ഇനി ഇതിനെ അടയ്ക്കണ്ടേ? ഇതൊന്ന് അടയ്ക്കുക. ഇത് ഒരു 4-5 വിസിൽ വരണം, മീഡിയം ഫ്ലെയിം. ഓക്കെ, മീഡിയം ഫ്ലെയിമിൽ 4-5 വിസിൽ വരുമ്പോഴേക്കും ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആയി നമുക്കൊരു നല്ലൊരു ഐറ്റം കിട്ടും. ആദ്യത്തെ അവസ്ഥ കിട്ടും. പക്ഷേ ഇതിനെ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് ഞാനൊരു ബേസലിനൊരു ചിക്കൻ ഫ്രൈ, ഒരു എന്താ പറയുക, ക്രിസ്പി ചിക്കൻ്റെ കൂടെയാണ്. ഞാൻ ചിക്കനെ ഫ്രൈ ചെയ്യാൻ പോവാം. ഇത് വേവണം നേരം കൊണ്ട് ചിക്കൻ ഫ്രൈ ചെയ്യാം. അപ്പം നെടുങ്കു വേവണം നേരം കൊണ്ട് നമ്മൾ ചിക്കൻ അങ്ങനെ ഫ്രൈ ചെയ്യാൻ പോകണം. ഇതിനകത്ത് ചേർക്കാനുള്ളതാണോ? ചിക്കൻ എടുക്കും. എനിക്ക് തോന്നി എന്നെ കണ്ടത് എടുപ്പിക്കുന്നു. അപ്പോൾ ഇനി ചിക്കൻ ഒന്ന് ഷ്രെഡ് ചെയ്യാം. ഷ്രെഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ചിക്കൻ, അതിൻ്റെ പ്രോസസ്സ് ഒന്ന് കാണിക്കണ്ട. ഓക്കെ, അപ്പോൾ ഞാൻ ഈ പ്ലേറ്റ് യൂസ് ചെയ്യാണ്. ഓക്കെ, ഒരു ഫോക്ക് എടുക്കും. ഈ ചിക്കനെ ഒന്നിങ്ങനെ പിടിക്കുക, എന്നിട്ട് മാന്തണ പോലെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്യാല്ലേ, ഇതിങ്ങനെ ചെയ്യുമ്പോൾ ഈ ഷ്രെഡഡ് ചിക്കൻ പെട്ടെന്ന് ക്രിസ്പി ആയി കിട്ടും. അതിനാണ് നമ്മൾ ഏതൊരു ഫിഷും ഷ്രെഡ് ചെയ്യാം, ചിക്കനും ഷ്രെഡ് ചെയ്യാം. ഷ്രെഡഡ് ചിക്കൻ നമ്മൾ ഇനിയിപ്പോൾ ഇതിൽ ആഡ് ചെയ്യാം, ഡയറക്റ്റ് ആയിട്ട് റോസ്റ്റ് ചെയ്യാം. ഇട്ടോളൂ. നമ്മുടെ ഈ കൂട്ടുകറിയുടെ മുകളിൽ തേങ്ങ ചിരവിയത് ബ്രൗൺ കളറിൽ ഉണ്ടാവാറില്ലേ, വറുത്തിടുന്നത്, അതുപോലെയാണ് ഇപ്പം ഞാൻ നെഡേങ്കൂല് ഇത് വറുത്തിടാൻ പോണം.
ഏതൊരു ഡീപ്പ് ഫ്രൈ ചെയ്യുന്ന ഒരു പ്രോസസ്സിലും നമ്മൾ ആദ്യത്തെ ഒരു ലോട്ട് ഇടുമ്പോൾ അത് നല്ല ക്രിസ്പി ആയി കിട്ടും. സെക്കൻഡ് ലോട്ട് ഇടുമ്പോൾ അത് ഭയങ്കര സോഗി, അതായത് എണ്ണ കുടിച്ചു എന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്നറിയോ? നമ്മൾ ടെമ്പറേച്ചർ ഡൗൺ ചെയ്യും പുകയണു എന്ന് പറഞ്ഞിട്ട്. അത് ചെയ്യുന്ന തെറ്റാണ്. നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. ഒരു പ്രാവശ്യം ഒരു ലോട്ട് അകത്തേക്ക് ചെന്നാൽ ഈ എണ്ണയുടെ ടെമ്പറേച്ചർ ഓട്ടോമാറ്റിക്കലി ഡൗൺ ആവും. സോ അടുത്ത ലോട്ട് ഇടുമ്പോഴും അതേ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ശ്രമിക്കുക. സോ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ വി ആർ ഡൺ. അത് അപ്പോൾ എണ്ണ കുടിക്കില്ല. ഹൈ ഫ്ലെയിമിൽ വെക്കണം. ഹൈ ഫ്ലെയിം അല്ല, മീഡിയം ഫ്ലെയിം. മീഡിയം ഫ്ലെയിമിലാണ്. അപ്പോൾ ത്രൂ ഔട്ട് അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാം. ഈ ചിക്കൻ്റെ ഒരു അതിൻ്റെതായ തന്നെ ഫാറ്റിന് അത് കുക്കാവും. സോ നമ്മൾ എണ്ണ യൂസ് ചെയ്തിട്ട് കുക്കാവുമ്പോൾ വേവില്ല, ഐ മീൻ ക്രിസ്പി ആയിട്ട് കിട്ടില്ല. അപ്പോൾ അതിൻ്റെതായ ഫാറ്റിൽ കുക്കാവുമ്പോൾ ആ ഒരു ക്രിസ്പി ആവും. ആ ക്രിസ്പി ആയി എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. ശബ്ദം കേൾക്കണമല്ലോ. ക്രിസ്പി ആകുമ്പോഴാണ് നല്ലൊരു ശബ്ദം കേൾക്കണം. ഓക്കെ, നമ്മുടെ സാധനം റെഡിയാണ്. അതിനു മുമ്പ് ഇത് അവർ കഴിക്കുന്നത് അത് ഓഫ് ചെയ്യും. അവർ കഴിക്കുന്നത് അവരുടെ ഒരു സ്പെഷ്യൽ പാൻ കേക്ക് വെച്ചിട്ടാണ്. പാൻ കേക്ക് എന്ന് പറയുന്നത് ഒന്നുമല്ല, നമ്മുടെ ഒരു തരം ദോശ. അവർക്കും ഒരു ദോശയുണ്ട്, ആകെ ഒരു ദോശയേ ഉള്ളൂ. ആകെ ഒരു ദോശയേ ഉള്ളൂ, നമ്മുടെ പോലെ കുറെ ദോശയൊന്നുമില്ല. അപ്പോൾ ദോശ ഒരെണ്ണേ ഉള്ളൂ. അതിനെ അവർ പാൻ കേക്ക് എന്ന് തന്നെയാണ് പറയണത്. അതിന് യൂസ് ചെയ്യുന്നത് മൈദ, മുട്ട, പാല്, തൈര്, തൈരുണ്ട്, ഒരു പുളിയും കൂടി വരും. ആ പുളി, ഉപ്പ് എല്ലാം കൂടി ഇട്ടിട്ട് അവര് അതിന് മാവ് പോലെ ആക്കി. നമ്മൾ ശരിക്കും ദോശക്കല്ലിൽ തവി യൂസ് ചെയ്തിട്ട് നമ്മൾ ദോശ പരത്തും. അവർക്ക് അങ്ങനെയല്ല. അവരാദ്യം അതിനെ ഒരു ദോശക്കല്ലിൽ ഇട്ടിട്ട് ഈ വാഴയുടെ തണ്ടില്ലേ, ആ വാഴയുടെ തണ്ട് ചെത്തി വെച്ചിട്ടുണ്ടാവും. ആ ചെത്തി വെച്ചതുകൊണ്ട് കോമ്പസ് പിടിക്കണ മാതിരി പിടിച്ചിട്ട് ഒരു റൗണ്ട് ചെയ്യും. അതങ്ങ് പറഞ്ഞിക്കും. കറക്റ്റ് പരുവത്തിൽ അത് വന്നു. നമുക്കിനി നമ്മുടെ പാൻ കേക്ക് വെച്ച് ഈ ഡെങ്കുവിനെ ഞാൻ ഈ ചിക്കൻ വെച്ച് ഗാർണിഷ് ചെയ്ത് പാൻ കേക്ക് വെച്ച് ബേസിലിന് പ്രസന്റ് ചെയ്യും. ഓക്കെ, എന്ന് വെച്ചാൽ ഈ കഴിക്കാൻ തരും. ഇനി ഒരു ഗാർണിഷ് അല്ലേ, ഇതാണ് നെടേങ്കു. ഇതാണ് നെടേങ്കു, ലോട്ടസ് നെടേങ്കു. പക്ഷെ ഇതിനകത്തേക്ക് മുഴുവൻ സംഭവം ആവണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ ചേർക്കണം അല്ലേ? അതാണ് അവരുടെ പാൻ കേക്ക്. ഞാൻ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കെനിയൻ ദോശ പാൻ കേക്ക്. അപ്പോൾ അത് ഞാൻ പ്രസന്റ് ചെയ്യാം. Pancake and Kenyan Nedengu. Lotus Nedengu from Kenya. രണ്ട് കെനിയൻ വാക്ക് പറയൂ. കെനിയൻ വാക്ക് ഐ മീൻ വെൽക്കം ചെയ്യുന്നത് പറഞ്ഞാൽ മതി. പറഞ്ഞോളൂ. ജാംബോ. എന്തോന്ന്? ജാംബോ. ജാംബോ. അപ്പോൾ ഹബാരി എന്ന് പറയാം. ഓക്കെ, എന്നോട് ജാംബോ എന്ന് പറയൂ. ജാംബോ. ഹബാരി. മുസൂറി സാന. എൻ്റെ അമ്മോ, ഏതായാലും ഞാൻ ഇനി അധികം പഠിക്കണില്ല, ഇത് കഴിക്കാം. ഒരു കാര്യം ചെയ്തോ, രണ്ട് വാക്ക് പറഞ്ഞാലേ ഇനി ഒരു കെനിയൻ പാട്ടോടെ പാടിക്കോ. ആ പാട്ടിന്റെ അകമ്പടിയോടുകൂടി ഞാനിത് കഴിക്കാം. ഓക്കെ, ഫൈൻ. റൈറ്റ്. ജാംബോ ജാംബോ ബാന habari gani mzuri sana wakeri wakeli vishwa Kenya yetu hakuna matata. ഈ ലോട്ടസ് നെടേങ്കുവിന് ചിക്കൻ്റെ ക്രിസ്പിനെസ് ഉണ്ട്. നല്ല നമ്മുടെയൊക്കെ ചെറുപയർ കറിയുടെ ആ ഒരു സ്വാദുണ്ട് ബാക്കിൽ. ആ താമര ലോട്ടസ് നല്ല പവർഫുള്ളാണ്, അത് അത്ര സോഫ്റ്റ് അല്ല, കടിക്കുമ്പോൾ അത് ഒരു സുഖമുണ്ട്. നമ്മുടെ ഇന്ത്യൻ ടേസ്റ്റായിട്ട് എനിക്കിത് ഫീൽ ചെയ്യണില്ല, പക്ഷേ ഇതിനൊരു രസമുണ്ട്. ഇനി നമ്മുടെ ദോശ കൂട്ടി കഴിക്കുമ്പോൾ ദോശ കൊള്ളാം. പാൻ കേക്ക് കെനിയക്കാരന് ദോശ ഉണ്ടാക്കാൻ അറിയാം. ഇനി നമുക്ക് കുടംപുളി കൊണ്ടൊരു മീൻകറി അല്ല, കുടംപുളി കൊണ്ടൊരു പുഡിംഗ് ഉണ്ടാക്കാം. ഇൻഗ്രീഡിയൻസ് പറയൂ. കുടംപുളി അത് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കുക, ആസ് യൂഷ്വൽ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ. ഇത് തേനാണ്,
ഇത് ആദ്യത്തെ വിപ്പിംഗ് ക്രീം. ഇത് ഒരു പുതിയ സംഭവമായിരിക്കും. ഇത് ജെലറ്റിൻ ആണ്. ഇത് ജെല്ലി പോലെ ഏതൊരു ഐറ്റം, ഏതൊരു ഡെസേർട്ടിനെയും നമുക്ക് സെറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ബൈൻഡിങ് ഏജൻറ്റ്. ഇതൊരു കപ്പ് ജെലറ്റിൻ ഞാൻ ഇതിലേക്ക് പച്ചവെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. സോക്ക് ചെയ്യുമ്പോൾ ഇത് ഒരു ജെല്ലി ഫോമിൽ തന്നെ ഇപ്പം കിട്ടും. ഇതിനെ നമ്മൾ മെൽറ്റ് ചെയ്യും. ഇത് ഇന്നൊരു വെറൈറ്റി. ഇത് ക്രീം ചീസാണ്. ക്രീം ചീസ് എന്ന് പറയുന്നത് നമ്മുടെ ബട്ടറും നോർമലായിട്ട് കിട്ടുന്ന ചീസ് സ്ലൈസ്, അത് ഏത് ഫ്ലേവർ വേണമെങ്കിലും ആവാം. അപ്പം ഞാനിതൊരു നോർമൽ ചീസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ബട്ടറും കൂടിയിട്ട് ഒരു സ്ലോ ഫ്ലെയിമിൽ മെൽറ്റ് ചെയ്യുക. മെൽറ്റ് ചെയ്തിട്ട് ആ ക്രീമും ബട്ടറും കൂടി ചേരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണിത്. ഇത് റെഡിലി അവൈലബിൾ ഇൻ മാർക്കറ്റ്സ് ഓൾസോ. ഇത് ഞാൻ പ്രിപ്പയർ ചെയ്തതാണ്. ഇത് നോർമലി വീട്ടിൽ കിട്ടാവുന്ന മിക്സഡ് ഫ്രൂട്ട് ജാം. കടയിലും കിട്ടും. കൊടംപുളി ഇതിൽ നമ്മൾ ഒന്ന് ടയർ ചെയ്തിട്ടാടുന്നേ, ജസ്റ്റ് ഒന്ന് കീറിയിട്ടാൽ മതി. കൊടംപുളി ആദ്യം ഒരു 2-3 കൊടംപുളി കീറിയിട്ടു. പിന്നെ കൊടംപുളി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വെള്ളം കൂടി ഇട്ടു. കുറച്ചും കൂടി വെള്ളമാവാം. വെള്ളം വേണം. അതിലൊന്ന് വേവണമല്ലോ. ഇതൊന്ന് തിളപ്പിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഹണി ഒഴിക്കണം. ഇനി ആ ജെലറ്റിൻ നല്ല പോലെ ചൂടാവണം, മെൽറ്റ് ആവും. ഇനിയിപ്പോൾ ഇതെല്ലാം വെള്ളം പോലെ ആവും. ജെലറ്റിൻ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യരുത്. പ്ലീസ് നോട്ട്, ഇത് ഒരിക്കലും സെറ്റ് ആവില്ല ഇങ്ങനെ. ഇത് മെൽറ്റ് ആവുക തന്നെ വേണം. സോ ഡയറക്റ്റ് ഹീറ്റിംഗ് ഇല്ലെങ്കിൽ ഡബിൾ ബോയിലിംഗ്. ഇപ്പോൾ ഇത് ജെലാറ്റിനൊക്കെ മിക്സായി. ഇപ്പോൾ ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ തരാം. ഇതെവിടെയോ കഴിച്ചൊരു ഓർമ്മ വരും. അയ്യോ, ഇത് ഞാൻ ആദ്യമായിട്ട് അല്ല, ഇത് ടേസ്റ്റ് ചെയ്യൂ. ഇല്ല, ഈ രുചി എവിടെയാണ് എന്ന് ആലോചിച്ച് പറയാം. എക്സാക്ട്ലി. ഇതിന് ശരിക്കും നന്നാരി സർബത്തിൻ്റെ ഒരു സ്മെൽ വരും, ഒരു ടേസ്റ്റും വരും. അതാണ് ഈ കൊടംപുള്ളിയുടെ ഒരു പ്രത്യേകത. ഇനിയിപ്പോൾ ഇത് ഒന്ന് കുറുകണം. അപ്പോഴത്തേക്കും നമുക്ക് ലെയറിംഗ് സ്റ്റേജാണ്. പുഡിംഗ് ലെയർ ചെയ്യാണ്. അപ്പോൾ ഇത് ലെയർ ചെയ്യുക ആദ്യം. അതിൻ്റെ മുകളിൽ ഞാൻ വിപ്പിംഗ് ക്രീം ലെയർ ചെയ്യും. അത് കഴിഞ്ഞ് വീണ്ടും ഈ കൊടംപുളി ലെയർ ചെയ്യും, ക്രീം ചീസ് ലെയർ ചെയ്യും, മുകളിൽ ജാം വെക്കുന്നു, നമ്മൾ ഫിനിഷ് ചെയ്യും. ഓക്കെ, ഇതൊന്ന് ആറണം. ഇതിപ്പോൾ കൊടംപുളി എല്ലാം ഞാനൊന്ന് കൂൾ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഈ ലിക്വിഡാണ് നമ്മൾ ഇനി സെറ്റ് ചെയ്യാൻ പോണത്. 2 പ്ലെയിൻ ഗ്ലാസ്സിലാണ് ഞാൻ സെറ്റ് ചെയ്യാൻ പോണത്. ഇതൊരു പ്ലാസ്റ്റിക് പേപ്പറാണ് നോർമലി. ഇപ്പോൾ ഇതിൽ പോളിത്തീൻ കവർ കോർണറിലായിട്ട് ഈ വിപ്പിംഗ് ക്രീമിനെ ആ സ്പൂണിൽ ഇതിലേക്ക് ഈ എൻഡ് വരയ്ക്കും ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ പ്രോസസ്സ് ഇതിനെ ചേർത്ത് ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് പ്രഷർ യൂസ് ചെയ്തിട്ട് ഈ എൻഡിലേക്ക് നല്ലോണം പ്രഷർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ കൊണ്ടുവന്ന് നിർത്താം. ഇതിപ്പോൾ റെഡിയാണ് സ്ക്വീസ് ഔട്ടിന്. ഇതൊന്ന് മുറിച്ച് തരുമോ? തരൂ. എത്ര വലുതായിട്ട് കട്ട് ചെയ്യണം? ഒരു ആദ്യം ചെറുതെന്ന് പോവാം. കൊടംപുളിപ്പിടിക്ക് ഇവിടം വരെ ആദ്യത്തെ ലെയർ. ഓക്കെ, ഈ ഗ്ലാസ്സിലും അതേപോലെ. ഇനി ഞാൻ ഇത് പോർ ചെയ്യും. ഇതൊന്ന് ഡൗൺ ചെയ്ത് കൊടുക്കാം, കൊടംപുളി ഒന്ന് സെറ്റ് ആവാനായിട്ട്. ഇനിയിപ്പോൾ ഇതിൽ നമ്മൾ ജെലറ്റിൻ യൂസ് ചെയ്തതുകൊണ്ട് ഒരു 15-20 മിനിറ്റ്സ് ഫ്രീസറിൽ വെക്കുക. ഫ്രീസറിൽ വെച്ചാൽ ഇത് ജെല്ലി ആയി മാറും. ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിലും കൂടി പോർ ചെയ്യും. അടുത്ത കവർ എടുക്കുക. ക്രീം ചീസ് ആദ്യം ചെയ്ത പോലെ തന്നെ നമ്മൾ വിപ്പിംഗ് ക്രീം ചെയ്ത പോലെ തന്നെ പ്ലാസ്റ്റിക് കവറിൽ അതിൻ്റെ കോർണറിലേക്ക് ക്രീം ചീസ് ഇടാൻ പോവാണ് അല്ലേ?
നമ്മൾ ആദ്യമേ കൊടംപുളി ലിക്വിഡ് കൊണ്ട് ലെയർ ചെയ്തു, പിന്നെ വിപ്പിംഗ് ക്രീം ലെയർ ചെയ്തു, പിന്നെ ക്രീം ചീസ് ലെയർ ചെയ്തു. വീണ്ടും ക്രീം ചീസ് തന്നെയാണ് ഇടുന്നത്. അല്ല, വിപ്പിംഗ് ക്രീം തന്നെയാണ്. പക്ഷേ വിപ്പിംഗ് ക്രീം ഞാൻ ഡ്രോപ്പ് മെത്തേഡിലാണ് ഇടാൻ പോകുന്നത്. ഇത് ഇപ്പൊ നമ്മൾ ഇതൊരു ലെയറിൽ എത്തിക്കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ നമുക്ക് ഐസ്ക്രീം എഫക്ട്, പുഡിംഗ് എഫക്ട് കൊണ്ടുവരണം. അപ്പൊ ചുമ്മാ ഇതിൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ നന്നായിരിക്കില്ല. അപ്പോൾ ഇതെടുത്തിട്ട് ഡ്രോപ്പ് എഫക്റ്റ് ഫ്ലഫി ആയിരിക്കും എഫക്റ്റ്. ജസ്റ്റ് കുടഞ്ഞാൽ മതി. ഇതിങ്ങനെ സോഫ്റ്റ് ആയിട്ട് പോയി 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 പിന്നെ ഒന്നും അറിയില്ല. അപ്പം അതിനെക്കാട്ടിലും ഭേദം ഫ്ലഫി ആയിട്ട് ഇടാം. ഇനി ലാസ്റ്റ് ആൻഡ് ഫൈനൽ നമ്മൾ ജാം, നമ്മുടെ ജാം യൂസ് ചെയ്ത് ഫൈനലായിട്ട് നമ്മൾ സെറ്റ് ചെയ്യും. ഇത് റെഡി ടു ബി ഇൻ ഫ്രീസർ. മിനിമം 8 hours ആണ്. ഇതൊക്കെ ഒന്ന് സെറ്റ് ആവണ്ടേ. അപ്പോൾ ഒന്ന് സെറ്റായി കഴിക്കാനായിട്ട് മിനിമം 8 hours എടുക്കും. ഓവർനൈറ്റ് വിട്ടാൽ അത്രയും നല്ലത്. അപ്പോൾ നമ്മുടെ കൊടംപുളി പുഡിംഗ് ഫ്രീസ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് അത് എടുക്കാം അല്ലേ? കൊടംപുളി പുഡിംഗ് തന്നോളൂ. ഇതാ സ്പൂൺ. എൻ്റെ കയ്യിൽ കൊടംപുളി പുഡിംഗ് എത്തി. ഞാൻ ടേസ്റ്റ് ചെയ്യാൻ പോകണം. കഴിക്കട്ടെ ഇനി? ഇതിൻ്റെ ഒരു പ്രത്യേകത ഉള്ളിൽ വരയ്ക്കും സ്പൂൺ എത്തണം. അടിയിൽ വരുമ്പോൾ ഉറപ്പല്ലേ? വിട്ടേക്കട്ടെ. അത്യുഗ്രൻ സാധനം. നമ്മൾ എന്നും എരിവിൻ്റെ കൂടെയാണ് കൊടംപുളി ടേസ്റ്റ് ചെയ്തിട്ടുള്ളത്. പക്ഷേ മധുരത്തിൻ്റെ കൂടെയുള്ള കൊടംപുളിയിലെ ടേസ്റ്റ് അത്യുഗ്രം, അതിഗംഭീരം. എല്ലാവരും ഇതൊന്ന് ടേസ്റ്റ് ചെയ്യണം. കൊടംപുളിയുടെ ഈ പുതിയ സൗന്ദര്യം നമ്മൾ ആസ്വദിക്കും. കൊടംപുളിയുടെ ആ ഒരു ഫ്ലേവർ, ആ ഒരു എസൻസ് ആണ് മുന്തി നിൽക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ജാമിൻ്റെ അല്ലെങ്കിൽ ക്രീം ചീസിൻ്റെ ആ വിപ്പിംഗ് ക്രീമിൻ്റെ എല്ലാം ആ ഒരു ഫ്ലേവർ, ആ ഒരു ടേസ്റ്റ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ മുകളിൽ മീതെ നിൽക്കുന്നത് ആ കൊടംപുളിയുടെ ടേസ്റ്റാണ്. അത് നല്ല ഗംഭീരമാണ്. ഈ കൊടംപുളി നമ്മൾ ആദ്യമേ ആ തേന കുഴിച്ചുണ്ടാക്കിയത് കൊണ്ടുള്ള ആ ഒരു മധുരം, അതൊരു രസമുള്ള മധുരമാണ്, അതിഗംഭീരമാണ്. വിനി, ഇത് ഗംഭീര ഡിഷാണ്. എന്തായാലും എൻ്റെ പ്രേക്ഷകരിത് ഉണ്ടാക്കും. തീർച്ചയായും. കൺഗ്രാജുലേഷൻ.